അനുഗ്രഹിച്ച് നമുക്ക് ദിവസത്തിലായിരിക്കാൻ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിൽ ഒരുക്കുന്ന നല്ല കൃപയ്ക്കായി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord for this day, and I thank the Lord for the privilege that He has given us to come into His presence and worship Him after a gap of 1 week. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വായിക്കുവാനിടയായി തീർന്ന് സദൃശവാക്യം 10-ാം അധ്യായമാണ്. ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കിവിടെ കാണുവാനിടയായി തീരും. Today we have read from Proverbs chapter 10, which has been written by the wisest of the wise, King Solomon. ഇവിടെ കാണുവാനിടയായി തീരുന്നത് ഹല്ലേലൂയ നന്മയും അല്ലെങ്കിൽ തിന്മയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ജ്ഞാനിയായ ശലോമോൻ ഇവിടെ ചെയ്യുന്നത്. Here Solomon, the wisest of the wise, does a comparative study on the good versus the evil. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. Let's go to verses 1 and 2, please. A wise son makes a glad father, but a foolish son is the grief of his mother. പ്രൈസ് അവിടെ കാണുവാനിടയായി തീർന്നത് ജ്ഞാനമുള്ളൊരു മകനുണ്ടെങ്കിൽ അവന് ഹല്ലേലൂയ ആ വീട്ടിൽ അപ്പന് സന്തോഷവും ആ വീട്ടിന് സമാധാനം നൽകുവാനിടയായി തീരും. Here we can see that if one has a wise son, then his father becomes happy and joyful. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇപ്പോഴത്തെ അനേകം മക്കൾ അല്ലെങ്കിൽ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി തീർന്ന അനേകം പേർക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ദേശത്തിനൊക്കെ തലവേദനയായി തീരുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ വളർന്നു വരുന്ന പൈതങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരും. Nowadays, we are well familiar with the news of many people who are addicted to drugs and alcohol, who become a pain to their parents and to their community. But if your children follow the Lord, then they will become a cause of joy and peace. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ വീണ്ടും പറയുകയാണ്, ഭോഷനായ മകനുണ്ടല്ലോ അമ്മയ്ക്ക് വ്യസനമായി തീരും. ഹല്ലേലൂയ. ഒരു മാതാവാണ് കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ ഓരോ ഘട്ടങ്ങളിൽ നോക്കിയിരിക്കുന്നത്, കാല് വളർന്നോ കൈ വളർന്നോ നോക്കിയിരിക്കുവാൻ ഇടയായി തീരും. എപ്പോഴും ഹല്ലേലൂയ പ്രയാസങ്ങളുടെ വേദനയിലൂടെ ഒരു മകൻ കടന്നു പോകുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ എപ്പോഴും അത് വേദന ഉളവാക്കുവാനിടയായി തീരും. Solomon continues saying that a foolish son is the grief of his mother. Oftentimes it's a mother who is keenly observant about how quickly a child is growing and how he is growing. So when that person does foolish things, then it gives grief to the mother. ആമേൻ. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ അടുക്കൽ കടന്നുപോയി കരങ്ങളെ വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവർ ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ള നല്ല തലമുറയായി വളർന്നു വരുവാൻ ചെറുപ്രായം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ ഭാവി ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. ഇല്ല എങ്കിൽ അവർ പ്രായമായി കഴിയുമ്പോൾ നമ്മളെ കരയിപ്പിക്കുവാനിടയായി തീരും. So we must be careful to pray over our kids constantly, and especially pray over them by putting our hands on them while they are sleeping and praying over them. If we do not do so, they will become a cause of pain to us as they grow up. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to verse 5, please. വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. He who gathers in summer is a wise son. He who sleeps in harvest is a son who causes shame. ശലോമോൻ വീണ്ടും പറയുന്നത്, വേനൽക്കാലം അടുക്കുമ്പോൾ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുവാനിടയായി തീരണം. ഇതിന് മുൻപിൽ തണുപ്പ് വരും, മഴ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ജോലി ചെയ്യുവാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്തെന്നറിയാമോ, അനേക കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുവാനിടയായി തീരണം. Here Solomon reminds us to be diligent in gathering up what we need during the summer times or when the times are good. This is because we need to prepare for difficult times during winter and rainfall. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഉറുമ്പിനെ എടുത്തിട്ട് അതിനെ നോക്കി ബുദ്ധി പഠിക്കാൻ പറയുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു ജീവിയാണെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ അതിനു വേണ്ടി ആഹാര പദാർത്ഥങ്ങൾ എന്നറിയാമോ ദൂര സ്ഥലങ്ങളിൽ പോയി അത് ശേഖരിച്ച് കൊണ്ടുവന്ന് അത് കുഴിയുടെ മാടത്തിൽ ഒളിപ്പിച്ച് വെക്കുവാനിടയായി തീരും. അതിനറിയാം ഒരു മഴ കടന്നു വരും, ഒരു തണുപ്പ് കടന്നു വരും, ആ സമയത്ത് എനിക്ക് വെളിയിൽ പോയി ആഹാരം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി അത് നേരത്തെ കരുതി വെക്കാറുണ്ട്. The Bible tells us to learn from the ant, which during summertime collects up the resources it needs for the rainy day so that it does not lack for anything when things are difficult. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവനാമത്തിനു വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ ദൈവനാമത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. നമുക്ക് ആർക്കും സുവിശേഷം പറയുവാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ വാതിൽ അടയുവാൻ ഏറ്റവും സമയമാസന്നമായിരിക്കണം. അതുകൊണ്ട് വേനൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിനു വേണ്ടി നല്ല സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുവാനിടയായി തീരണം. Here the times of summer can be compared to the times when we can openly witness our Lord Jesus Christ. A time is coming
when we no longer have the freedom to do so, and we are restricted in what we can preach. അടുത്ത് കാണുവാനിടയായി തീർന്നത് കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവന് നാണം കെട്ടവനാണ്. കൊയ്ത്ത് കാലത്ത് നമ്മൾ അല്ലെങ്കിൽ മടിയനായി അലസനായി ഇരിക്കുവാൻ പാടില്ല. ഹാർവസ്റ്റ് സമയത്ത്, കൊയ്ത്ത് സമയത്ത് നമ്മൾ പോയി മറ്റുള്ളവരോട് ചേർന്ന് കൊയ്ത് അനേക കറ്റകൾ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. Here we are told that he who sleeps during harvest time is one who causes shame. So when we have the time to harvest, we should not be sleeping or lazy, but rather we must go out to the harvest and gather up the sheaves for the Lord. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും. തലകളെ ഉയർത്തി നോക്കുവിൻ, ചുറ്റുപാടുമുള്ള പാടശേഖരങ്ങൾ കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞിരിക്കുന്നത് കാണുവാനിടയായി തീരും. ഈ ദിവസങ്ങൾ ആത്മീയത്തിൽ നമ്മുടെ തലകളെ, കണ്ണുകളെ ഉയർത്തി ദൈവസ്ഥനിൽ നോക്കുമ്പോൾ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ കൊയ്ത്തിനു വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. അതിൽ മൂർച്ചയുള്ള നല്ല അരുവാളുമായി ദൈവത്തിൻ്റെ വചനവുമായി കടന്നു എന്ന് ഈ സത്യസുവിശേഷം അറിയിക്കുമ്പോൾ ഹല്ലേലൂയ അനേകം പേരെ കൊയ്ത്തിലെ കളപ്പുരത്തിലേക്ക് നമുക്ക് കൂട്ടിവെക്കുവാനിടയായി തീരും. The scriptures tell us to lift up our spiritual heads and look around us to see the fields that are ready for harvest. So when we go out with the sickles with the sickles and tools that are the scriptures, then we will be able to witness towards the Lord and collect up many souls for the harvest of the Lord. എൻ്റെ ആറാമത്തെ വാക്യം നോക്കാം. Let's go to verse 6, please. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. Blessings are on the head of the righteous, but violence covers the mouth of the wicked. നമ്മളൊരു നീതിമാനാണെങ്കിൽ പലപ്പോഴും നമ്മളറിയാതെ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ തലമേൽ കടന്നു വരുവാനിടയായി തീരും. If you are a righteous person, then many blessings will come onto your head even without you knowing it. എന്നാൽ ദുഷ്ടന്മാരുടെ വായിൽ സാഹസം നിറഞ്ഞു നിൽക്കുവാനിടയായി തീരും. But on the other hand, violence covers the mouth of the wicked. ഹല്ലേലൂയ. നമ്മൾ നീതിയായി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, യാത്രകളിലായിരിക്കാം, എവിടെയായിരുന്നാലും നീതിയോടെ ദൈവകൃപയോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശിരസിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അനേക അനുഗ്രഹങ്ങൾ ഓടി വരും. The Lord reminds us that wherever we are, especially in our workplaces, in our community, when we do things with righteousness, then blessings will fall upon you and your family and your home. എന്നാൽ സാഹസം, ഹല്ലേലൂയ, വക്രത, ഇന്നലെ വൈകിട്ട് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ മാറ്റേണ്ട കാര്യങ്ങളെ പറ്റി. ഹല്ലേലൂയ, വക്രതയും സാഹസവും ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് നീതിയോടെ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരും. The Lord will bless you if you remove all the violence in your life and in your mouth. എന്നാൽ ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ആരുടെ ഹൃദയത്തിൽ ദുഷ്ട ചിന്താതികൾ പിശാച് കൊണ്ട് ഇടുമ്പോൾ അതിനെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിച്ച് നമ്മൾ കഴികൾ പ്രാപിച്ച് ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. Here we see that violence covers the mouth of the wicked. So when the evil one tries to persuade us to do violence, then it is upon us to be under submission to the Holy Spirit and remove all traces of wickedness from us. And when we do that, then the Lord's blessings will come on us. അതിൻ്റെ 11ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 11, please. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. The mouth of the righteous is a well of life, but violence covers the mouth of the wicked. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശലോമോൻ വിളിച്ചു പറയുകയാണ്, നീതിമാന്റെ വായ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടന്മാരുടെ വായോ സാഹസം മൂടിയിരിക്കുന്നു. നമ്മുടെ വായ് എങ്ങനെയായിരിക്കണം? ജീവന്റെ ഉറവയായിരിക്കണം. So here we read that the mouth of the righteous is a well of life, but violence covers the mouth of the wicked. So our mouths should be a well of life. ഈ സദൃശവാക്യങ്ങളിൽ ശലോമോൻ 4 വിധത്തിലുള്ള ജീവന്റെ ഉറവയെ പറ്റി പറയുന്നു. ഇന്ന് അല്പസമയം നമുക്ക് ജീവന്റെ ഉറവയെ പറ്റി നമുക്ക് നോക്കാം. So here King Solomon describes 4 types of fountains of life. So let us examine what these 4 types are. ഹല്ലേലൂയ. നമ്മൾ ഒന്നാമതോടെ വായിക്കുന്നത് ഹല്ലേലൂയ, നീതിമാനായ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് തന്നെ ജീവന്റെ ഉറവകൾ ആരംഭിക്കുവാനിടയായി തീരും. Firstly, if you are a righteous person, then your mouth will be a source of righteousness. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ ഉറവകൾ പുറപ്പെട്ടു വരും നമുക്ക് കാണുവാനിടയായി തീരും. അത് അനേക സമയങ്ങളിൽ നല്ല ശുദ്ധമായ ജലം ഇങ്ങനെ ഒഴുകി വരുവാനിടയായി തീരും. When we observe the rainy season in India, we can see that as the rains come down, we see many springs form up out of the ground. ഹല്ലേലൂയ. നമ്മൾ നീതിമാനാണെങ്കിൽ മറ്റുള്ള വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ നീതിയുള്ള അനുഗ്രഹമുള്ള നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുവാനിടയായി തീരണം. If you are a righteous person, then
words of life must come out when you start to speak. എന്നാൽ ഒരു ദുഷ്ടനായ ഒരു വ്യക്തിയാണെങ്കിൽ അവർ വാ തുറക്കുമ്പോൾ എന്നറിയാമോ, അനീതിയായിട്ടും വക്രതയായിട്ടും കപടമായിട്ട് കൗശലമായിട്ടുള്ള വാക്കുകളായിരിക്കും അവരുടെ വായിൽ നിന്ന് കടന്നു വരുന്നത്. But if you are a wicked person, then duplicitous or wicked words will come out of your mouth. Praise the Lord. എന്നൊരു ദൈവപൈതലാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും, ജോലി സ്ഥലത്തോ യാത്രയിലോ, ഹല്ലേലൂയ, ഇന്ത്യയിലോ കേരളത്തിലോ അല്ലെങ്കിൽ UK-യിലോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കടന്നു പോയാലും ഒരു നീതിമാനായ വ്യക്തിയാണ് നമ്മൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും ദൈവകൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ കടന്നു വരുവാനിടയായി തീരണം. Today, if you are a child of God, then wherever you are, whether in the UK or in India, whether in your home or in your workplaces, then your words must be salted with the grace of God. സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to Proverbs chapter 13 verse 14, please. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. The law of the wise is a fountain of life, to turn one away from the snares of death. ഒന്നാം നമ്മൾ കാണുവാനിടയായി തീർന്ന നീതിമാന്റെ വായ ജീവന്റെ ഉറവ. രണ്ടാമത് സദൃശവാക്യത്തിൽ വീണ്ടും പറയുന്നത് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാകുന്നുവെന്ന്. Firstly, we read that the mouth of the righteous is a well of life. Secondly, we read here that the law of the wise is a fountain of life. ലോകത്തിലെ ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരും. The worldly knowledge that comes into your life profits only a little, but the word of the wise, the law of the wise that comes from the scriptures will make you complete in Christ. ലോകത്തിലെ ജ്ഞാനം പലപ്പോഴും ദൈവസ്ഥനിൽ പോഷത്വമാകുമ്പോൾ ദൈവിക ജ്ഞാനം മറ്റുള്ളവരെ ആത്മീകമായി ബലപ്പെടുത്തി നിത്യതയോടെ നമ്മളെ അടുപ്പിക്കുവാനിടയായി തീരും. Worldly knowledge is foolishness before God, but spiritual knowledge will make you closer to it, will bring you closer to eternity. അടുത്ത വാക്യം കാണുന്നത് അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകുവാനിടയായി തീരും. And the next line we read that spiritual knowledge helps us escape from the snares of death. ജ്ഞാനത്തോടെ ദൈവകൃപയോട് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് പകരുവാനിടയായി തീരും. As we listen to words of spiritual wisdom, then we will come closer to God with each passing day. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ഓരോ വാക്കുകളെ സംസാരിക്കുവാൻ ദൈവവേദന പ്രത്യേകമായി ശ്രദ്ധിക്കുവാനിടയായി തീരണം. So we must be careful to speak to others with words of spiritual knowledge and spiritual wisdom. മൂന്നാമത് നമുക്ക് കാണുന്നത് സദൃശവാക്യം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നോക്കാം. Let's go to Proverbs chapter 14 verse 27, please. യഹോവഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. The fear of the Lord is a fountain of life, to turn one away from the snares of death. മൂന്നാമത് കാണുന്നത് യഹോവയുള്ള ഭക്തി. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനിടയായി തീരണം. അത് നമുക്ക് എന്നറിയാമോ, ഒരു ജീവന്റെ ഉറവ നമ്മളിലേക്ക് കടന്നു വരുവാനിടയായി തീരും. Thirdly, we read that the fear of the Lord is a fountain of life, and this fear of the Lord must be in us and must be growing in us with each passing day. മനുഷ്യരോടുള്ള ഭക്തിയല്ല, ലോകത്തോടുള്ള ഭക്തിയല്ല, ജോലിയോടുള്ള ഭക്തിയല്ല, ദൈവത്തോടുള്ള ഭക്തി. ഹല്ലേലൂയ. അത് വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ജീവന്റെ ഉറവ നമ്മളിൽ നിന്ന് ആരംഭിക്കുവാൻ തുടങ്ങും. Here we read not about the fear of man or about the fear of our workplace colleagues, but rather fear of the Lord, and that makes us into a fountain of life. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയും നമ്മളെ നോക്കിയാണ് വളർന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അവർക്ക് മനസ്സിലാകും ഈ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത്. Our young children are looking at our behavior, so when we follow the Lord properly, then our children will understand that they must fear the Lord. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുവാനിടയായിത്തീരണം. ഈ ഒരു പുസ്തകത്തിൽ കാണുവാനിടയായിത്തീരുന്ന എൻ്റെ വൈഫ് പറയുന്നുണ്ട്, ദൈവത്തോടുള്ള ഭക്തി നീ വീണ്ടും മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടോ, അതിനെ നീ വിട്ടുകളയെന്നുള്ള. ഈ ദിവസങ്ങളിൽ പിശാചിൻ്റെ ആഗ്രഹം ആ ദൈവത്തോടുള്ള ഭക്തിയെ നമ്മൾ മുറുകെ പിടിക്കുന്നത് വിട്ടുകളയണമെന്നാണ്. എന്നാൽ ദൈവവേദത്തിൽ ഓരോ ദിവസവും ദൈവഭക്തിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനിടയായി തീരണം. As a child of God, you must grow more and more in the fear of the Lord, in grace of God, so that even when Job was tempted by his wife to abandon God, abandon the fear of the Lord, he refused to do so. നാലാമത് കാണുന്നത് സദൃശവാക്യം 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നോക്കാം. Let's go to Proverbs chapter 16 verse 22, where we see the fourth point. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു, ഭോഷന്മാരുടെ പ്രബോധനമോ ഭോഷത്വം തന്നെ.
Understanding is a wellspring of life to him who has it, but the correction of fools is folly. വീണ്ടും ശലോമോൻ പറയുന്നത് വിവേകം വിവേകികൾക്ക് ജീവന്റെ ഉറവയാകുന്നെന്ന്. Once again, Solomon continues, understanding is a wellspring of life to him who has it. ലോകപ്രകാരമുള്ള വിവേകമല്ല, അതിനേക്കാൾ ഉപരിയായി ആത്മീയത്തില്, ദൈവത്തിന്റെ വചനത്തില്, ദൈവത്തിന്റെ കൃപയില് ആത്മീകമായി മുന്നേറുന്ന വിവേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനിടയായി തീരണം. It is not worldly wisdom that Solomon is talking about, but rather wisdom that comes from understanding and wisdom that comes from the Lord, and this must grow in our lives with each passing day. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും സംഭവിക്കുമ്പോഴേ കടന്നു വരുമ്പോൾ വിവേകത്തോടും പരിജ്ഞാനത്തോടും ദൈവകൃപയോടും ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഈ ദിവസം നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. We must pray to the Lord for the grace, wisdom and understanding to deal with situations as they arise in our life. ജ്ഞാനിയായ ശലോമോന് ദൈവസന്നിധിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്തത് അവന് വിശ്രമം വേണമെന്ന് അവൻ പറയുവാനിടയായി, ഈ ജനത്തെ മുഴുവനും ഭരിച്ച് നടത്തുവാൻ വേണ്ടി. When God asked King Solomon what he wanted from him, he replied, Lord, give me wisdom so that I may be able to rule this people effectively. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വിവേകവും പരിജ്ഞാനവും ദൈവകൃപയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോടൊപ്പം നമുക്ക് നടക്കുവാനിടയായി തീരും. മറ്റുള്ളവർ നോക്കി നമ്മളെ ജോലി ചെയ്യുന്നവർ കൂടെ നടക്കുന്നവർ കുറ്റം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ദൈവിക വിവേകത്താൽ പരിജ്ഞാനത്താൽ ദൈവം തന്റെ മക്കളെ നിറയ്ക്കുവാനിടയായി തീരും. When we pray to the Lord will fill you with his understanding, wisdom and grace, and you will be able to face situations without being an object of criticism from others. യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് നോക്കാം. Let's go to Isaiah chapter 35 verses 6 and 7 please. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറയായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. Then the lame shall leap like a deer, and the tongue of the dumb sing. For waters shall burst forth in the wilderness, and streams in the desert. The parched ground shall become a pool, and the thirsty land springs of water. യെശയ്യാ പ്രവാചകൻ In the habitation of jackals where each lay, there shall be grass with reeds and rushes. ആമേൻ. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മാവിനാൽ വിളിച്ചു പറയുകയാണ്, വരണ്ട നിലം നീരുറവയായി തീരുമെന്ന്. Here Isaiah in his prophetic spirit is saying that the parched ground shall become a pool. ആ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അന്ന് മുടന്തന്മാർ മാനിനെ പോലെ തുള്ളിച്ചാടുവാനിടയായി തീരും. And that day is coming closer with each passing day, and on that day the lame shall leap like a deer. നാവെടുത്ത് സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന ഊമന്മാരുണ്ട്, അന്ന് അവർ ഹല്ലേലൂയ ഉല്ലസിച്ച് ഘോഷിപ്പാനിടയായി തീരും. And people who are not able to speak, they will be able to sing and praise the Lord. ഇന്ന് മരുഭൂമിയായി കിടക്കുന്ന പുല്ലൊന്നും വളരാതിരിക്കുന്ന നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടിപ്പുറപ്പെടുവാനിടയായി തീരും. And in places where there is desolation and wilderness, springs will come out of the ground. ദൈവത്തിന്റെ ആത്മാവ് വചനത്തോടെ ഓർപ്പിക്കുന്നത് നമ്മുടെ ആടലും ഹൃദയത്തിൽ മരുഭൂമി പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വീണിട്ടും അത് കിളിർക്കാതെ വണ്ണം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഉണങ്ങി കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഞ്ഞും മഴ അയച്ച് ദൈവം അതിനെ കിളിർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Today the Lord wants to remind you that he desires that all the spiritual deserts in your mind will be cleared away with his spiritual rain. നമുക്ക് എന്ത് വേണം? ഹൃദയത്തിൽ ഒരു ആകാംക്ഷ, ഒരു വാഞ്ച വേണം. കർത്താവേ, ആത്മീക മഴ എൻ്റെ ഹൃദയത്തിൽ പെയ്യുമാറാകണമേ. അങ്ങനെ ഉണ്ടെങ്കിൽ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മരീചിക ഒരു പൊയ് പോലെ ആയി തീരുവാനിടയായി തീരും. But what we should have is an earnest desire that our spiritual deserts must be filled with his water. And then what was given in verse 7 will happen in our lives. The parched ground shall become a pool. അത്ര മാത്രമല്ല, വരണ്ട നില നീരുറവയായി തീരും. അവിടെ ഹല്ലേലൂയ ആ നീരുറവ നടക്കുമ്പോൾ അനേക സസ്യജാലങ്ങൾ അവിടെ നിന്ന് മുളച്ചു വരുവാനിടയായി തീരും. And not just that, the thirsty land will have springs of water, and there will be vegetation and growth in that region. പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ ഹൃദയത്തിൽ ഒഴുകുവാനിടയായി തീരണം. And the river of the Holy Spirit should be able to flow freely in your mind. ആ സമയത്ത് കെട്ടിക്കിടക്കുന്ന അനേക മാലിന്യങ്ങൾ ഇന്ന് പൽക്കാല പരിശുദ്ധാത്മാവിന്റെ നദിയിൽ ഒഴുകി പോകുവാനിടയായി തീരും. And as that spiritual river gains momentum, all the impurities in your heart and mind will be washed away. അടിയൻ ഇതാന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള നദി നമ്മളോട് ഒഴുകുവാനിടയാകത്തുള്ളൂ. Only when we submit ourselves to the Lord completely and say, Lord, here I am, will the Holy Spirit be able to flow in your hearts freely. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to John chapter 7 verses 37 please. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. On the last day, that great day of the feast, Jesus stood and cried out, saying, "If anyone thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water." യേശുവിടെ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ്റെ നദികൾ ഒഴുകുവാനിടയായി തീരുമെന്ന്. Here Jesus proclaims loudly that the river of the Holy Spirit will be flowing freely in those who read the scriptures. യെരുശലേമിൽ വലിയ ഉത്സവം നടക്കുന്ന സമയത്ത്, അതിൻ്റെ അവസാന സമയത്ത് യേശു കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ദാഹിക്കുന്ന എല്ലാവരും ഓടി എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. Here Jesus proclaims on the last great day of the feast, saying, "If anyone thirsts, let him come to me and drink." ഈ ലോകത്തിൽ അനേകം പേര് ഒരു ആത്മീയ ദാഹത്താൽ, ഒരു ആത്മീയ വിശപ്പിനാൽ കഴിയുന്ന അനേകം പേരുണ്ട്. ഇന്ന് പൽക്കാലം അവരടുക്കിലേക്ക് കടന്നുപോയി ഒരു ട്രാക്റ്റ് കൊടുക്കുവാനോ, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുവാനോ, ദൈവത്തിൻ്റെ വചനം പറയുവാനോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പുഷ് ചെയ്യുകയാണ്. Today, there are many people around you who are spiritually thirsty. If you are able to give them a tract or give a word of kindness and love, then the Spirit is compelling you to do so. അത് മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഹല്ലേലൂയ, ചെറിയ നദിയല്ല, ജീവജലത്തിൻ്റെ ചൈതന്യമുള്ള നദികൾ ഒഴുകുവാൻ തുടങ്ങും. And whoever believes in Jesus, for him out of his heart will flow not just a small river, but a big river full of living water. ഒരിക്കലും ഒരു നദി ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ കിടക്കത്തില്ല. അത് ഒഴുകി നമുക്കറിയാം, ഹല്ലേലൂയ, സമുദ്രത്തിലേക്ക് ചെന്നെത്തുവാനിടയായി തീരും. And when a river starts flowing, it does not become stagnant, but rather continues on till it reaches the sea. ആ നദി ഒഴുകി പോകുന്ന ഇടത്തൊക്കെയും അനേക സസ്യങ്ങളും വലിയ വൃക്ഷങ്ങളൊക്കെയും ഉണ്ടാകുവാനിടയായി തീരും. And wherever that river flows, there will be huge trees and vegetation around it. യേശു കർത്താവ് ഒറ്റ കണ്ടീഷൻ മാത്രമേ പറയത്തുള്ളൂ, ദൈവത്തിൽ വിശ്വസിക്കണം. അവന്റെ ഉള്ളിൽ നിന്ന് ആ നദി ഒഴുകുവാനിടയായി തീരും. Jesus only puts one condition on this, which is that he should believe in him. ഇന്ന് പലകാലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ജീവജലത്തിന്റെ നദികൾ ഒഴുകി അനേകം പേർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്ക്. ആ നദി ഒഴുകി അനേകം പേർക്ക് ഹല്ലേലൂയ ഫലപുഷ്ടമായി അനേകം പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. Today, the Lord wants each of you to be a wellspring of water, so that when that spiritual river flows from you, it will bring joy and blessings to those around you. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കാം. Let's go to John chapter 14 verse 6, please. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. Jesus said to him, "I am the way, the truth and the life. No one comes to the Father except through me." യോഹന്നാൻ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് ഹല്ലേലൂയ ജീവനുള്ള ദൈവമായിട്ടാണ്. Apostle John introduces Jesus as the living God. യേശു അവരോട് പറയുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. Here Jesus says, "I am the way, the truth and the life." ലോകത്തിൽ അനേകം വഴികളുണ്ട്. ലോകത്തുള്ള മതക്കാർ പറയും ഏത് വഴിയിലൂടെ പോയാലും ഒരു വഴിയിൽ എത്തുമെന്ന്. എന്നാൽ യേശു കർത്താവ് പറയുന്നത്, യേശുവാകുന്ന വഴിയിൽ കൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ പറ്റത്തുള്ളൂ എന്ന്. Many worldly people will tell you, whichever spiritual way you follow, you will eventually reach the same destination. But the scriptures tell you otherwise. And Jesus says, "He alone is the way, the truth and the life." അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. And Jesus continues saying, "No one comes to the Father except through me." ഇതുപോലെ ആ ജീവന്റെ ഉറവ കാൽവറി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും. Today that spiritual river has been opened for you on the cross of Calvary, and if you put your faith in him, then that river will flow from you as well. നമുക്കറിയാം ലോകത്തിൽ അനേക നദികൾ ഒഴുകുന്നുവെങ്കിലും ഒഴുകാതെ വണ്ണം ചില നദികൾ കെട്ടിക്കിടക്കും. അവിടുന്ന് അറിയാമോ, ദുർഗന്ധം വമിക്കുവാനിടയായി തീരും. ആളുകൾ ചപ്പും ചവറും അതിലേക്ക് ഇടും. അതിൽ പിന്നെ ഹല്ലേലൂയ സ്തോത്രം അതിലൂടെ നടക്കുവാൻ ആർക്കും പറ്റത്തില്ല. When a river is flowing, it is complete and pure, but when it becomes stagnant, it becomes a garbage dump and it starts producing foul odors. എന്നാൽ ഒഴുകുന്ന നദിയുണ്ടല്ലോ, അതിനകത്ത് അനേകം മത്സ്യങ്ങളുണ്ടാകും. അനേകം പേര് അതിനകത്ത് ഇറങ്ങി ഹല്ലേലൂയ നീന്തുവാനിടയായി തീരും. അനുഗ്രഹത്തിൻ്റെ നദി നമ്മളിൽ കൂടെ, യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട നദിയുണ്ടല്ലോ, അത് നമ്മൾ കൂടെ അനേകം പേരിലേക്ക് എത്തുവാനിടയായി തീരണം. And when a river starts flowing, it becomes a source of life and a source of habitation. Just like that, when the wellspring of life follows, as the spiritual wellspring of life flows from you, it will become a spiritual home to many people. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കും, നീതിമാൻ വായ ജീവന്റെ ഉറവയാകുന്നു. ഇന്ന് പൽക്കാലം ആ ജീവന്റെ ഉറവ, ആ
ഒരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉറവയിൽ നിന്ന് വേണ്ടുവോളം ഹല്ലേലൂയ വെള്ളം മറ്റൊരു കുടിക്കുവാൻ കൊടുക്കുവാൻ ഇടയായി തീരണം. ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുവാൻ ഇടയാകരുത്. Today, we've read from Proverbs chapter 10, verse 11, the mouth of the righteous is a well of life. So when you become a well of life, others will drink from you and it will not be stagnant. അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. Let's go to verse 15 of that psalm, please. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ളൊരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. The rich man's wealth is a strong city. The destruction of the poor is their poverty. ബുദ്ധിമാനായ ഒരു വ്യക്തി വേനൽക്കാലത്ത് സമ്പാദിച്ചു വെക്കും. അതുപോലെ ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുണ്ടാകുവാനിടയായി തീരും. A wise person will collect up resources when the times are good. Just like that, a rich man's wealth is his strength. ലോകത്തിലെ സമ്പത്ത് പലപ്പോഴും ഇവിടം കൊണ്ട് അസ്തമിച്ചു പോകും. എന്നാൽ ദൈവസന്നിധിയിലുള്ള വചനത്തിലെ സമ്പത്ത്, ദൈവത്തെ പറ്റിയുള്ള അറിവിൻ്റെ സമ്പത്തുണ്ടല്ലോ, അത് ഇവിടം കൊണ്ട് തീരുന്നതല്ല, നമ്മളെ നിത്യത കൊണ്ടെത്തിക്കുന്നതാണ്. Worldly wealth will end with your earthly life here, but wealth that you gain in spiritual terms will always remain even unto eternity. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് അത് ഉറപ്പുള്ള ഒരു പട്ടണം പോലെയാണ്. നീതിമാനുണ്ടല്ലോ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനിടയായി തീരും. And a spiritually wealthy person is described as a strong city. And just like that, a spiritually wealthy person will stand strong in the Lord. അടുത്ത വായിക്കുന്നത് എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം പോലെ തന്നെ ആയിരിക്കും. In the next line we read, the destruction of the poor is their poverty. ഇവിടെ നമ്മൾ കാണുവാനിടയായിത്തീരുന്നത് മടിയനായൊരു വ്യക്തി അല്ലെങ്കിൽ വേനൽക്കാലത്ത് അവൻ ഉറങ്ങുവാനിടയായി തീരും. നമുക്ക് ദൈവസന്നിധിയിൽ ആത്മീക വിഷയമായി സമ്പന്നമാകുവാൻ ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സമയത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ ദൈവസന്നിധിയോട് അടുത്ത് വരാതെ നമ്മളെ തന്നെ ചുരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ജീവന്റെ ഉറവുകൾ നമ്മളുടെ ഹല്ലേലൂയ പുറപ്പെട്ടു വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. So one who sleeps in harvest time causes shame, but the Lord does not want us to be causes of shame, but rather to collect up spiritual wealth when the times are good. May the Lord enable each of us to grow in spiritual wealth. May the Lord bless us by these words. Amen. God bless you.